പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഒന്നാം പ്രമാണ ലംഘനമാകുന്ന ഓണ ആഘോഷത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഞാൻ ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ്. അപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങളാണ് ഇത് കേൾക്കേണ്ടത്. മറ്റു മതത്തിൽപ്പെട്ടവർ കേൾക്കുന്നതിൽ തെറ്റില്ല എങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇത് പറയുക. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നത്. അത് മുൻകൂട്ടി തന്നെ ഒന്ന് പറയുകയാണ്. ഈ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയെയും വേദനിപ്പിക്കാനോ തേജോവധം ചെയ്യാനോ ഉള്ളതല്ല. എന്നാൽ വിശ്വാസ മേഖല കർശനമായി പാലിക്കുവാൻ യേശുക്രിസ്തുവിനെ ഏക ദൈവവും ഏകരക്ഷകനുമായിട്ട് സ്വീകരിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കുന്ന അങ്ങനെയുള്ളവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദേശമാണിത്. ഈ സന്ദേശം പറയുമ്പോൾ ഇതിൻ്റേതായ ചില പരിണിത ഫലങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് പല മേഖലകളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം സത്യം എല്ലാ മനുഷ്യരും അറിയണം, ശരിയായ ക്രിസ്തു വിശ്വാസത്തിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നത്. കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വിശ്വാസി ഈ കാര്യങ്ങളിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇനി ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം. ഒന്നാം പ്രമാണം എന്താണെന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെയുള്ള സന്ദേശങ്ങൾ മുൻ സമയങ്ങളിൽ നൽകിയിട്ടുണ്ട്, ഇനി തുടർന്നും വരും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ തിരുവൻ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതാണ് ഒന്നാം പ്രമാണം. അപ്പോൾ ഒന്നാം പ്രമാണം ലംഘിക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥ ദൈവമല്ലാതെ, എന്ന് വെച്ചാൽ നമുക്ക് യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു വ്യക്തി എനിക്ക് ദൈവമായിട്ടോ ദേവനായിട്ടോ ഇല്ല. അപ്പോൾ ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയോടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ മുൻ സന്ദേശങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാം. അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം കമൻറ്റ് ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ കമൻറ്റ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ളൊരു സ്ഥലമല്ല. നിങ്ങൾ ഈ മേഖലയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം പറയാം. അല്ലാതെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങ് അടിച്ചേൽപ്പിക്കുന്ന ചില രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സന്ദേശത്തിൽ കുറച്ച് അതുപോലത്തെ ചില വ്യക്തികളുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കണ്ടു. അപ്പോൾ നമ്മളൊരു കാര്യം ഇതിനകത്തുള്ളത്, നിങ്ങൾ ചിലപ്പോൾ ഈ പറയുന്നതിനനുസരിച്ച് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം. എന്നാൽ താല്പര്യമുള്ള നിരവധി പേരുണ്ടെന്നറിയണം. ആ താല്പര്യമുള്ള വ്യക്തികളെ പലപ്പോഴും അവരുടെ ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള വിശ്വാസ സംഹിതകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈശോ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ അന്ത്യകാലത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വരും. അന്ന് ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എൻ്റെ നാമത്തിൽ നടക്കുമെന്ന് ഈശോ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ചെറിയ തോതിൽ വ്യക്തമാക്കി പോകാനാണ് ഈ സന്ദേശത്തിൽ ആഗ്രഹിക്കുക. അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുപാട് പേര് ഇന്നൊരു കൺഫ്യൂഷനിലായിരിക്കുന്ന മേഖലയുണ്ട്. അത് ശരിയായ പഠനത്തിലൂടെ പോകാത്തത് കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ചിലപ്പോൾ ചിലർ സഭയുടെ ചില കാര്യങ്ങളുമായിട്ട് കൊണ്ടുവരും. സഭയെന്ന് വെച്ചാൽ ആരാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വിശ്വാസികളുടെ സമൂഹമാണ് സഭ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസി അല്ലാത്ത
ഒരാൾ സഭയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തിരുത്തേണ്ട കടമ ഒരു വിശ്വാസിക്കുണ്ട്. അതും കൂടെ നമ്മൾ അറിയണം. അല്ലാതെ ഇഷ്ടമുള്ളവരെല്ലാം വന്ന് സഭയിൽ അംഗമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ബൈബിൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. റോമാക്കാർക്കെതിരെ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൊറിന്ത്യോസ് ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രത്യേകതയുള്ളത് ഈ ജനനം കൊണ്ട് ഇസ്രായേൽക്കാരായ മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികൾ 1 കൊറിന്ത്യസ് 10:18 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. അപ്പോൾ ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരുണ്ട് എന്ന് വെച്ചാൽ അവർ ഇസ്രായേൽക്കാരാണ്, പക്ഷേ ജനനം കൊണ്ട് ഇസ്രായേൽക്കാർ എന്ന് വെച്ചാൽ ഇസ്രായേൽക്കാരുടെ മാതാപിതാക്കളും ജനിച്ച് ഇസ്രായേൽക്കാർ എന്ന് വെച്ചാൽ ഒരു കത്തോലിക്കനാണ്, പക്ഷേ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് പുള്ളി കത്തോലിക്കനായി. വിശ്വാസം വേറേതാണ്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ചിലർക്ക് ഇപ്പം ഇസ്രായേൽക്കാരല്ലെങ്കിൽ ചിലർക്ക് ഇസ്രായേൽക്കാരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചിലർ ഈ കാലഘട്ടങ്ങളിലൊക്കെ സന്ദേശം വിടുമ്പോൾ ഇസ്രായേൽ എന്താണെന്ന് പോലും അറിയുന്നില്ല. ഒരു കോടിയുടെ പടവും വെച്ച് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെക്കുറിച്ച് വലിയ വാചാലതയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോഴൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ജനനം കൊണ്ട് ഇസ്രായേൽക്കാർ ആയവരെ നോക്കണം. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ 2 ഗണങ്ങളാണ്. ഇസ്രായേൽക്കാരെ തന്നെ വിജാതിയിലുണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ വചനവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുമ്പോൾ നമുക്കതിന് തിരിച്ച് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. കാരണം നിങ്ങളാദ്യം ദൈവത്തിൻ്റെ വചനം കേൾക്കുക. അപ്പോൾ പറയും സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വിശുദ്ധ പാരമ്പര്യമാണ്. അപ്പോൾ വിശുദ്ധ പാരമ്പര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നമുക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് വിശുദ്ധരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സഭയുടെ ആദ്യകാലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അന്ന് രക്തസാക്ഷികൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി രക്തം ചിന്തിയവരാണ്. ഇന്ന് അല്പം പോലും വിയർപ്പ് പോലും ചിന്താൻ പറ്റാതെ ക്രിസ്തുവിൻ്റെ സകല ആനുകൂല്യങ്ങളും, രക്ഷയുടെ ആനുകൂല്യങ്ങളല്ല, ക്രിസ്തുവിൻ്റെ പേരിലുള്ള സകല ആനുകൂല്യങ്ങളും പങ്കുപറ്റി ക്രിസ്തുവിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അത് ചിലപ്പോൾ ഒരു മെത്രാനായിരിക്കാം, ഒരു വൈദികനായിരിക്കാം, ഒരു സുവിശേഷ പ്രഘോഷകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരു ധ്യാന ഗുരുവായിരിക്കാം. ഇവരെയൊക്കെ ഏകദേശം എനിക്ക് കണ്ടെത്താൻ പറ്റിയ ചില കപട മുഖങ്ങളെ ഞാനൊന്ന് വെളിപ്പെടുത്താനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ ബൈബിൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ യോഹന്നാന് വെളിപാട് കൊടുക്കുമ്പോൾ ഈശോയാണ് ആ വെളിപ്പെടുത്തൽ കൊടുക്കുന്നത്. അതിൽ ഈശോ എടുത്തു പറയുന്ന 2 പ്രവചന മേഖലകളുണ്ട്. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. വ്യാജ ക്രിസ്തുമാരായിട്ട് അല്ലെങ്കിൽ വ്യാജ പ്രവചനവുമായിട്ട് വന്ന 2 പേരുണ്ട്. ഒന്ന് ജസബേൽ സ്പിരിറ്റിനെ അല്ലെങ്കിൽ ജസബേലിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ, അത് അന്ധവിശ്വാസമായിരുന്നു, അതിനെ അനുകരിച്ചു പോകുന്നവർ. രണ്ടാമത്തേത് നിക്കോളാസ് പക്ഷക്കാരുടെ ഉപദേശങ്ങളെ മുറുകെ പിടിക്കുന്നവർ. ഇത് 2 സഭയ്ക്കുള്ളിലുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ ഒരു വാക്ക് ഞാനൊന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 2:20. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. തുടർന്ന് നമ്മളിങ്ങനെ വായിച്ചു വരുന്നുണ്ട്. അവിടെ ഞാൻ അവരെ സഹിഷ്ണുത കാണിക്കുന്നവരെ രോഗശയ്യയിൽ തള്ളിയിടും. ഇന്ന് 1-2 ധ്യാനം കൂടിക്കഴിഞ്ഞ് രോഗമുണ്ടെങ്കിൽ ചിലർ ചെന്നെത്തുന്ന നിഗമനം, ബൈബിൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളല്ല ഒരു രോഗവും. ജോബിന് രോഗം വന്നത്, തകർച്ച വന്നത് ദൈവം പിശാചിനെ അനുവദിച്ചപ്പോഴാണ്. അപ്പോൾ പിശാച് തന്നെയാണ് അത് കൊടുത്തത്. അങ്ങനെയെങ്കിൽ മനുഷ്യജീവിതത്തിൽ അവൻ്റെ കയ്യിരിപ്പുകൊണ്ട് വരുന്നത് കൊണ്ട്, ദൈവം വിശുദ്ധർക്ക് അനുവദിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ വിശുദ്ധനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് അത് അനുവദിച്ചാണെന്ന് പറഞ്ഞ്, സഹനമാണെന്ന് പറഞ്ഞ് ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അവരുദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കർത്താവ് പറയുകയാണ്, അങ്ങനെ അനുകൂലിക്കുന്നവർ, ഈ ജസബേൽ എന്ന് പറയുന്ന സ്ത്രീയോട്, വിഗ്രഹാരാധനയുമായിട്ട് നടക്കുന്ന സ്ത്രീയോട് സഹിഷ്ണുത കാണിക്കുന്നവർ എവിടെയുണ്ട്? പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിലാണതുള്ളത്. അവിടെ അന്ന് ജീവിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ അതേ അവസ്ഥയോട് ഇന്നും അനുകൂല സാഹചര്യമുള്ളവർ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സഭയിലുണ്ട്. അപ്പോൾ അങ്ങനെ സഹിഷ്ണുത കാണിക്കുന്നവരോട് പോലും അവരെ ഞാൻ രോഗശയ്യയിൽ തള്ളിയിടുമെന്ന് കർത്താവ് പറയും. എന്ന് വെച്ചാൽ
പിശാചിന് അവൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഞാൻ അവന് വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തകർച്ച അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തകർച്ച വിളിച്ചു വരുത്താതിരിക്കാനാണ് ഈ മേഖലകൾ പങ്കുവയ്ക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ ബൈബിളിൽ കാണുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും പറയും, ഇപ്പോൾ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പലരും പറയുന്ന ഇതാണ്, അതൊരു ആഘോഷമല്ലേ, അല്ലെങ്കിൽ ഒരു സദ്യ കഴിച്ചെന്ന് വെച്ചാൽ എന്താ കുഴപ്പമുള്ളത്? നമ്മൾ ഒരു സദ്യ കഴിക്കാൻ പോയാണെങ്കിലും ആഘോഷിക്കാൻ പോയാണെങ്കിലും അതിനൊരു കാരണമുണ്ട്. എന്താണ് ഓണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പേര് ചർച്ചകൾ ചെയ്ത കാര്യമാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഇത് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരുപാട് വചനങ്ങൾ ബൈബിളിലുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്ന ഗലാത്യരെക്കുറിച്ചുള്ളൊരു വ്യഗ്രത എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷമൊക്കെ അറിയിച്ചിട്ട് പോയിട്ടും അവർ ചില കാര്യങ്ങളിൽ ദൈവം അകന്ന് വീണ്ടും ജീവിക്കുന്ന കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 8 മുതൽ തിരുവചനം നമുക്ക് വായിക്കാം. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു, ദൈവമാണെന്ന് വിചാരിച്ച് സേവിച്ചതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? കണ്ടോ? അപ്പോൾ വീണ്ടും നിങ്ങൾ തിരിച്ചു പോയിരിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ഇനി അടുത്ത വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട, ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. ഓണം ചുമ്മാതെ ഒന്നും ആചരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒന്നല്ല. അത് ഏത് മതമായിക്കോട്ടെ. പക്ഷേ ഹൈന്ദവ മതമാണ് കൂടുതലും. പക്ഷേ അവിടെയുള്ള പല സ്വാമിമാരും അതിൻ്റെ പല വക്താക്കളും പറഞ്ഞു ഇത് കെട്ടുകഥയാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ പല സ്ഥലങ്ങളും എവിടെയൊക്കെ ഇത് ആഘോഷിക്കുന്നുള്ളത് ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം. 1201 ആണ്ട് മലയാള മാസമാണല്ലോ അവർ നോക്കുന്നത്, മലയാള മാസം. അപ്പോൾ വർഷം 1201 ആണ്ട്, ദിവസങ്ങളും മാസങ്ങളും. അപ്പോൾ അതിലെ മാസം ഏതാണെന്ന് വെച്ചാൽ ചിങ്ങമാസം. ദിവസം ഏതാണ്? തിരുവോണ ദിവസം. അന്നാണിത് ആഘോഷിച്ചത്. 5-ാം തീയതി സെപ്റ്റംബർ 5-നാണിത് ആഘോഷിച്ചത് കേരളത്തിൽ. അപ്പം ഇവിടെ പറയുകയാണ്, നിങ്ങൾ 1201 ആണ്ടിൽ ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം നടത്തുന്ന ഒരു പരിപാടിയിൽ, അത് ഓണമെന്ന് പറയുന്ന പരിപാടിയിൽ നിങ്ങൾ അതിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ ആ ദിവസം നിങ്ങൾ ആചരിക്കുന്നു, ആ മാസം നിങ്ങൾ ആചരിക്കുന്നു, ആ വർഷം നിങ്ങൾ ആചരിക്കുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ഒരു കല്യാണത്തിന് നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളവിടെ ചെല്ലുമ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. എന്തിൻ്റെ പേരിലാണ് ഭക്ഷണം കഴിക്കുന്നത്? ആ കല്യാണത്തിന് ആരാണോ നിങ്ങളെ ക്ഷണിച്ചത് ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, ആ വിവാഹിതരാകുന്ന പുരുഷൻ്റെയും സ്ത്രീയുടെയും ഉള്ള സ്നേഹം അവരെ മാതാപിതാക്കൾ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ചുമ്മാതെ പോയി ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ചുമ്മാതെ പോയി ആരും ഒരു പരിപാടി പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഒരു കൂട്ടർ ആഘോഷിച്ചു വരുന്ന ഒന്നിനകത്തേക്ക് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഞാൻ അതിനകത്തേക്ക് കടന്നു ചെല്ലുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് വീണ്ടും അതിനകത്ത് അപകടകരമായ ചില മേഖലകൾ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. റോമാക്കാർക്കെഴുതിയ ലേഖനം 14:6, ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്ക് അത് ആചരിക്കുന്നു. നിങ്ങൾ ഓണം ആചരിച്ചപ്പോഴോ ആഘോഷിച്ചപ്പോഴോ അത് ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ട് അല്ലല്ലോ. അത് മഹാബലി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ നാമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാമവുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാൻ ഈ വാക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. പുറപ്പാട് പുസ്തകം 23 പറയുന്നുണ്ട്, അന്യദേവൻ്റെയോ ദേവിയുടെയോ നാമം നിങ്ങൾ സ്മരിക്കരുത്, അവ നിങ്ങളുടെ നാവിൽ നിന്ന് വരുവാനിടയാകരുത്. പക്ഷെ ഇങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞാലേ ചിലർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്നിട്ട് പറയുന്നു, ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് കൊണ്ട് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു. ചില സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ ഞാൻ കണ്ടു പള്ളിക്കകത്ത് വെച്ച് തന്നെ ഇത് ചെയ്യുന്നതായിട്ട്. കുഴപ്പമില്ല, കാരണം പള്ളിക്കകമൊക്കെ ഇന്ന് പലപ്പോഴും തിന്മയുടെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും പല പള്ളിയിൽ നിന്നും ഈശോ തന്നെ പുറത്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം സാത്താൻ കുർബാന അർപ്പിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ പിന്നെയും പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളിവിടെ സാത്താൻ കുർബാന നടത്തുന്നത്, പിശാചിനെ ആരാധിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചിനെ ആരാധന നടത്തുന്ന ഒരു സ്ഥലമായിട്ട് പല ദൈവാലയങ്ങളും മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്.
അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ അടുത്തൊരു സന്ദേശത്തിലൂടെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ നിരവധിയാണ്. കാരണം നിരവധി മാരക രോഗങ്ങളുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർച്ചകൾ, ദുർമരണങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതിലേക്ക് നമുക്ക് പിന്നെ തിരിയാം. അപ്പോൾ ഇവിടെ കാണുന്നു, ഇനി അവിടെ വ്യക്തമായിട്ട് പറയുക, ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 5:11 ഒരു വാക്ക് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് ഈ വാക്കുകൾ കേൾക്കുന്ന നല്ലതാണ്. പ്രസ്തുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ എന്ന് വെച്ചാൽ സഭയ്ക്കകത്തുള്ളവരെ അഭിസംബോധന ചെയ്യുന്നൊരു വാക്കായിരുന്നു സഹോദരൻ. അതിന് പുറത്തുള്ളവരെ വിജാതീയനാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അവിശ്വാസി എന്ന് വിളിക്കുമായിരുന്നു. വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അരുത്. പുറമേ ഉള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? സഭയിലുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്? പുറമേ ഉള്ളവരെ ദൈവം വിധിച്ചു കൊള്ളുവിൻ. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയുവിൻ. ഇവിടെ ചില സാഹോദര്യം പറഞ്ഞു വരുന്ന ചിലരുണ്ട്. സാഹോദര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത്, നിൻ്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ. സഹോദരൻ വിളിക്കണമെങ്കിൽ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. അപ്പം അവൻ അസന്മാർഗിയാണെങ്കിൽ, അത്യാഗ്രഹിയാണെങ്കിൽ, വിഗ്രഹാരാധകനാണെങ്കിൽ, പരദൂഷകനാണെങ്കിൽ, മദ്യപൻ, ഓണാഘോഷത്തോടൊപ്പം തന്നെ പലരും ഇനി പള്ളിക്കകത്ത് വെച്ചും കുപ്പി പൊട്ടിച്ചവരുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആഘോഷിച്ച എല്ലാവരുടെയും ഒരു ക്ലൈമാക്സ് എന്ന വണ്ണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മദ്യപാനമാണ്. ഇല്ലെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പലരും ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പലയിടത്തും നടന്നിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. അവർ കള്ളനാണെന്ന് കണ്ടാൽ സംസർഗം പോലും പാടില്ലെന്ന് എഴുതി വച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ആ വ്യക്തി വിശ്വാസത്തിന് പുറത്തു നിൽക്കുന്ന വ്യക്തിയാണ്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി പുറമേ ഉള്ളവരെ ഞാൻ വിധിക്കുന്നില്ല, കാരണം സഭയ്ക്ക് പുറത്തുള്ളവർ എന്തായിക്കോളട്ടെ, പുറമേ ഉള്ളവരെ വിധിക്കുന്നില്ല. സഭയിലുള്ളവരെയാണ് വിധിക്കേണ്ടത്, അവരോടാണ് ഇത് പറയേണ്ടത്. ദുഷ്ടനെ നിങ്ങളുടെ നീക്കിക്കളയണം, കാരണം ഇവരെല്ലാം ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികളാണ്. 2 കൊരിന്ത്യർ 6:14 ഇത് തന്നെ ആവർത്തിക്കുന്നു. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണ്? പ്രകാശത്തിനും അന്ധകാരത്തിനുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിൻ്റെ ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? എന്നിട്ട് പറയുകയാണ്, അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ അശുദ്ധിയിൽ നിന്ന് നമ്മെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് കപട ശുശ്രൂഷകർ ഇറങ്ങിയിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി ഞാൻ ചില ആൾക്കാരെ കാര്യമൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 4 ഒന്നുകൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഓണം ആഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഇട്ട പോസ്റ്റുകൾ ആരുടേതൊക്കെയാണെന്ന് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ടും. അതിലൊരു കാര്യം പലരും എനിക്ക് അയച്ചു തന്ന ഒരു മേഖല, കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ കൊച്ചച്ഛന്മാരാണ് ഭൂരിഭാഗം. ഞാൻ ശ്രദ്ധിച്ചു, അവരെയൊക്കെ ഏകദേശം എനിക്ക് അറിയാവുന്നവരാണ്. വ്യക്തിപരമായ അറിവല്ല, മീഡിയയിലൂടെ പലപ്പോഴും ഞാൻ അവരുടെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കുർബാനയൊക്കെ ഓൺലൈൻ കാലഘട്ടങ്ങളിലൊക്കെ അവർ കുർബാന ചൊല്ലുന്നതിൻ്റെയൊക്കെ ചിലരുണ്ട്. അതിൽ ഒരു അച്ഛൻ മുമ്പ് ഉണ്ടായിരുന്ന മരിച്ചു പോയിരുന്നു, കൊറോണ വന്നു. അത് കഴിഞ്ഞുള്ള ചില അച്ഛന്മാരെയൊക്കെ ഫോട്ടോകളിലൊക്കെ ഞാൻ പല കാര്യങ്ങൾ ഈ കൺവെൻഷനും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ, ഞാൻ ടോക്കൊന്നും കേൾക്കാറില്ല, പക്ഷേ ബന്ധപ്പെട്ട് വരാറുണ്ട്. ടോക്ക് കേൾക്കാത്ത വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ ഒട്ടും കേൾക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാരണം കേൾക്കാത്തത് നമ്മുടെ സമയക്കുറവുകളുണ്ട്. പക്ഷേ അവരൊക്കെ പ്രഘോഷിക്കുന്നവർ ക്രിസ്തുവിനെയാണോ പ്രഘോഷിക്കുന്നത്, അതോ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവുമായിട്ട് ചേർന്ന് പ്രഘോഷിച്ച് മറ്റുള്ളവരെ തങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം. ആ ധ്യാനേന്ദ്രൻ മാത്രം ഉദ്ദേശിച്ചല്ലേ പറഞ്ഞ, പല ധ്യാനേന്ദ്രങ്ങളിലുണ്ട്, വേറെയുണ്ട് കഥാപാത്രങ്ങൾ. ഇപ്പോൾ കാരിസ് ഭവൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു ഓണാഘോഷത്തിന് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ കിടക്കുന്ന കാര്യമാണത്. അതിനി എടുത്ത് മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ച, ചിലരെങ്കിലും വായിച്ച്
വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ് കരുണയുടെ അവസാന മണിക്കൂർ. MSF സഭയിൽപ്പെട്ട വൈദികരാണ്, ഷില്ലോങ്ങിലുള്ള വൈദികരാണത് ആർക്കോ വെട്ടിയ വെളിപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. അതിനകത്ത് ഉള്ള ചില തന്ത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സഹോദരിയെ ഞാൻ കുറ്റപ്പെടുത്തി വിധിക്കുകയൊന്നുമല്ല. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ അവരുടേതായിട്ട് അവർ എഴുതുകയും അങ്ങനെ പലപ്പോഴും അത് അവർക്ക് കിട്ടിയ വെളിപ്പെടുത്തലായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്ത ചില മേഖലകളുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന പലതും ബൈബിളിലെ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ വചനമോ കൊട്ടേഷനോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സഭയിൽപ്പെട്ടവർ, അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇവരിതൊന്നും വായിക്കുന്നില്ലായിരിക്കും, ഇതൊക്കെ അൽമാർക്കുള്ളതായിരിക്കാമല്ലോ, ഞങ്ങൾ നേരിട്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിപ്പോഴും പരിശുദ്ധിയിലാണെന്നുള്ള മുഖവുമായിട്ട് പോകുന്ന പലരും കണ്ടേക്കാം. ഓക്കെ, അങ്ങനെ ഒന്ന്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊന്ന് ഗാകുൽത്ത ധ്യാന കേന്ദ്രമാണെന്ന് തോന്നുന്നു, തൃശ്ശൂരുള്ള, എനിക്ക് വളരെ സ്നേഹമുള്ള പരിചയമുള്ള ഒരു ബ്രദറാണ് ബ്രദർ ജോയ്സൺ വടക്കാഞ്ചേരി. ഞാനിവരെയൊക്കെ പേര് പറയുന്നതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, കാര്യം ഇത്രയേ ഉള്ളൂ. നിക്കോളാസ് പക്ഷക്കാരും ജസബൽ സ്പിരിറ്റുള്ളവരെയും കുറിച്ച് വ്യക്തമായിട്ട് ഈശോ പറയുമ്പോൾ അത് ചിലർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തമാക്കിയതുപോലെ ഞാനൊന്ന് വ്യക്തമാക്കിയ. എനിക്ക് അവരോട് വ്യക്തിപരമായ ഒരു വിരോധമോ അവരെ എതിർക്കാനോ അല്ല, പക്ഷേ അവരൊന്ന് പരിശോധിക്കണം. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കും. പരിശോധിക്കണം, നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ അന്തിക്രിസ്തുവിൻ്റെ കൂടെയാണോ അതോ ക്രിസ്തുവിൻ്റെ കൂടെയാണോ തിരിച്ചറിയണം. അവരെന്നെ വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ തയ്യാറ് തന്നെയാണ്. കാരണം ചില വ്യക്തികളെ ചിലർ ദൈവമായിട്ട് കാണും. അങ്ങനെ ദൈവമായിട്ട് കണ്ടാൽ എന്തു പറ്റുമെന്ന് വെച്ചാൽ അവരിൽ നിന്ന് വരുന്ന പ്രഘോഷണങ്ങളും നല്ലതാണെന്ന് വിചാരിച്ച് അവരെ പിന്നാലെ പോയി അന്ത്യകാലഘട്ടങ്ങളിൽ വഴിതെറ്റി. അത് ഞാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ലൂക്കാസ് സുവിശേഷം 18:8 പറയുകയാണ്, അവർക്ക് ഞാൻ വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ ദൈവത്തിന് നീതി നടത്തി കൊടുക്കുക? അതിന് മുന്നിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടുത്തെ നീതി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവർക്ക് നീതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും, അടുത്ത വാക്ക് പറയുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഈ ഭൂമിയിലുള്ള ദൈവിക വിശ്വാസം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ചില കൂട്ടരാണ് അവരെ തന്നെ IFI എന്ന് പറയുന്ന ഒരു ഇൻ്റർസെസീവ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാനലും കൂടി അവർക്കുണ്ട്. അതിനകത്ത് അവരിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് അവർ അന്ധവിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന അച്ഛന്മാരുടെ ടോക്കുകളും വേറൊരു ഭാഗത്ത് വ്യക്തമായിട്ട് അവർ ഇട്ടിട്ടുണ്ട് ഓണം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്നും പറഞ്ഞുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞത് ഈ ജോയ്സൺ ബ്രദറും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും മുമ്പ് ഇങ്ങനെ തെറ്റുപറ്റിയിരുന്നു, ഞാൻ ഓണം ആഘോഷിക്കാതിരുന്ന ആളാണ്, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ വെളുപ്പിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുകയാണ്. ഞാൻ ആ വ്യക്തിക്കെതിരല്ല, പക്ഷേ ആ വ്യക്തിയുടെ പ്രബോധനങ്ങൾ ഇതുവഴിയാണെങ്കിൽ അത് നമ്മൾ വായിച്ചതുപോലെ പൈശാചിക ശക്തികൾക്ക് അല്ലെങ്കിൽ പൈശാചിക ആത്മാക്കൾക്ക് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിന് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഒരു കാര്യമുള്ളത് അവിടെ പറയുന്ന നമ്മൾ 1 യോഹന്നാൻ 4:3 പറയുന്നുണ്ട്, യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. ഇതുകൊണ്ട് യേശുവിനെ ഏറ്റുപറയാതിരിക്കുകയാണ് അവർ. പിന്നെ ആരെ ഏറ്റുപറയുന്നത്? ഒന്നുകിൽ അവർ അവരെ തന്നെ മഹത്വപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആരെയൊക്കെ അവർ മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ പോകുന്നു. മറ്റൊന്ന്, ചിലത് ഗുഡ്നസ് TV ഒക്കെ ഇതിന് സപ്പോർട്ടായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാട്ടവും പിതാക്കന്മാരെ അച്ഛന്മാരെയൊക്കെ ഊഞ്ഞാലാട്ടമൊക്കെ ഇടുന്നുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ രൂപതകളും ഇത് നടത്തി. അതുകൊണ്ട് ഇത് ക്രിസ്തു വിശ്വാസത്തിന് ചേർന്നതാണെന്ന് ആരും വിചാരിച്ചേക്കരുത്. കാരണം ബൈബിൾ ശാലോമും ചെറുതായിട്ടൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചായിട്ട് കാണുവാൻ സാധിച്ചു. ശെക്യാന മാത്രമേ ഉള്ളൂ പിന്നെയും ഇതിനെ എതിർത്ത് നിന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിടാതിരുന്നതിൻ്റെ ശെക്യാന മാത്രമേ ഉള്ളൂ. മുൻകാലങ്ങളിൽ ചില മേഖലകളിൽ അതിനകത്തുണ്ടായിരുന്ന ചില വ്യക്തികൾ ഇപ്പോൾ പുറത്തു പോയെന്ന് തോന്നുന്നു. 1-ാം പ്രമാണ ലംഘകരമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. കൃപാസനം നമ്മൾ നേരത്തെ തന്നെ നമുക്കറിയാവുന്ന, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അവിടെ ഓണത്തിനാണ് അവർ അവിടുത്തെ പ്രേക്ഷിതർക്ക് ഓണപ്പുടവ കൊടുക്കുക, അത്തപ്പൂവൊക്കെ ഇട്ട് അതിൻ്റെ ചുറ്റി വരുന്ന ഫോട്ടോ എടുക്കുക. ഓണാഘോഷം മാത്രമല്ല, അവിടുത്തെ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ, ജോസഫച്ചനൊക്കെ ആണെങ്കിൽ എല്ലാ മതങ്ങളുമായിട്ട് വളരെ ലിങ്കാണ്. സാമൂഹിക സാംസ്കാരിക സാമൂഹിക മേഖലയുമായിട്ടൊക്കെ ആത്മീയ മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിനെല്ലാം കൂട്ടിക്കുഴച്ച് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അന്യദേവ ആരാധന നടത്തിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളവരാണ്. അമ്പലത്തിൽ ഉത്സവത്തിന് പോയാലും കുഴപ്പമില്ല, അവിടുന്ന് പോയി വിഗ്രഹ പ്രദർശനം കഴിച്ചാലും കുഴപ്പമില്ല, എല്ലാ ദൈവവും ഒന്നാണെന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുന്നവരാണ്. ഇല്ലെന്നൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞാലും ഇതിനൊക്കെ തെളിവുകൾ അവർ തന്നെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടപ്പുണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നിങ്ങളത് പരിശോധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെയൊക്കെ ധ്യാന ഗുരുക്കന്മാരെന്നാണ് എല്ലാവരും വിളിക്കുക.
മത്തായി സുവിശേഷം 7:21 അത് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുകയാണ്, എൻ്റെ നാമത്തിൽ പലരും വരും, അവർ വന്നിട്ട് പറയും, അവരെല്ലാം ചെയ്തിട്ട് വന്നിട്ട് പറയും, കർത്താവിനോട് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. പിശാചിനെ പോലെ ഒരു ബഹിഷ്കരിക്കും. പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. കർത്താവരെ നോക്കി പറയാം, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, പോകുന്നവർ ശ്രദ്ധിക്കുക. വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അന്യദേവ ആരാധന നടത്തുന്ന ഏതൊരു സ്ഥലത്ത് പോയാലും അവരെ പ്രാർത്ഥന വഴി നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവല്ല വരുന്നത്, അശുദ്ധാത്മാവ് തന്നെയാണ്, പൈശാചിക രൂപം തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അത് അപ്പോസ്തലന്മാർ വെളിവാക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യമാണ്. അതിപ്പോൾ ലോകം ഇട്ടില്ലെങ്കിലും ഏത് ടൈപ്പിൽ കിടന്ന അഭ്യാസം എടുത്താലും അതങ്ങനെ തന്നെയാണ്. അത് പറയാൻ ആഗ്രഹിക്കുക. പിന്നെ പ്രശസ്തരായതുകൊണ്ടല്ല, ദൈവം അവരെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ കാരണം അതൊക്കെ കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഡാനിയൽ അച്ഛനോ ഡൊമിനിക് അച്ഛനോ അല്ലെങ്കിൽ മട്ടായി അച്ഛനോ പിന്നെ തോമസ് വാഴച്ചാരിക്കൽ അച്ഛൻ, ഇവരൊക്കെ ഉള്ളൂ ഇതിനെ ശക്തമായിട്ട് എതിർത്തത്. അവരെയൊക്കെ കളിയാക്കിയ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ഞാൻ ഇവരെ ആരെയും വക്താവൊന്നുമല്ല. അവരങ്ങനെ നല്ലൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ദൈവപ്രകാരം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരെ ട്രോളുക, ഇപ്പോഴത്തെ വാക്കാൻ ട്രോളിയും കമൻറ്റ് നോക്കിയിട്ട് കളിയാക്കിയൊക്കെ പോയൊരു ശ്രദ്ധിച്ചോണം. പലപ്പോഴായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിലപ്പോൾ കാണുന്ന പല ധ്യാന ഗുരുക്കന്മാരിലും കാണുന്ന പല അത്ഭുതങ്ങളോടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വേറെ കാണുമായിരിക്കാം. പക്ഷേ അന്തിക്രിസ്തുവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെ തിരിച്ചറിയാൻ സാധിക്കണം. ഞാനിത് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, 35 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലങ്ങളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. യൂത്തായിരുന്ന സമയത്ത് യേശുവിനെ അറിയുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്രകാരമുള്ള ഒരാഘോഷങ്ങളിലും ഒന്നുമില്ല. ഇവിടെ മരിയാശ്രമത്തിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവരെല്ലാം സാഹോദര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഹിന്ദുക്കളോടോ മുസ്ലിങ്ങളോടോ യാതൊരു എതിർപ്പുമില്ല. പക്ഷേ വിശ്വാസയുടെ കാര്യത്തിൽ ഞാൻ കർശനമായ മുന്നോട്ട് പോകുന്നു. ഞാൻ അവർ വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച ദിവസം ഇവിടെ ജോലി ഉണ്ടായിരിക്കുന്നതല്ല എന്നുവരെ ഞാൻ വ്യക്തമായിട്ട് അവരോട് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസമാണെന്ന് ഞങ്ങൾ വിശ്രമിക്കുന്നു, നിങ്ങളും വിശ്രമിക്കുന്നു. അന്ന് നിന്നോടൊത്ത് വസിക്കുന്ന ഒരു വ്യക്തിയും ഒരു ജോലിയും ചെയ്യരുത്. ചുമ്മാ ജോലിയായിരുന്നാൽ പോരാ, അന്ന് കർത്താവിനെ ആരാധിക്കേണ്ട ദിവസമാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണ്. അത് അവർക്ക് മനസ്സിലാകും അവരോടത് പറയുമ്പോൾ. കാരണം അവർ പലരും കൃത്യമായിട്ട് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ചകളിൽ അവരെ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുണ്ട്. അവിടെപ്പം ഹൈന്ദവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പം അവനവൻ്റെ വിശ്വാസത്തെ എല്ലാവരും മാനിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം വിശ്വാസത്തെ ഇപ്പോഴും വ്യക്തതയില്ലാതെ മറ്റുള്ളവരെയൊക്കെ ആചാരാനുഷ്ഠാനങ്ങളിൽ തലയിട്ട് കയറി ചെന്ന് അവരെ അടിയും മേടിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. ഇനി ചിലർ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഈ വർഷം ഇത്രയും ഓണാഘോഷം എല്ലാ രൂപതാ തലങ്ങളിലും നടത്തിയെന്ന് വെച്ചാൽ അൽമാനെ ട്രാപ്പിലാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണത്. കാരണം പിതാക്കന്മാരും അല്ലെങ്കിൽ ചില വൈദികർ രൂപതാ അധികാരികളെന്ന് ഞാൻ പറയുന്നു, അവരൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രിയൊക്കെ പേടിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാ മതങ്ങളുമായിട്ടും ചേർന്ന് പോകുന്നവരാണെന്നൊക്കെ വരുത്തി തീർക്കാനും അവരുടെ തടി കേടാകാതിരിക്കാനും നിലനിൽപ്പിനും വേണ്ടിയിട്ട് അവർ അൽമാരെ കരുവാക്കിയെന്ന് വേണം പറയാനായിട്ട്. ഇത് മനസ്സിലാക്കാതെ കിടക്കുന്ന ഒരുപാട് അൽമാർ നമുക്കിടയിലുണ്ട്. അവരിങ്ങനെ എല്ലാത്തിനും താളം തുള്ളി ഇങ്ങനെ നിൽക്കുന്ന കുറേ പേരുണ്ടെന്ന് പറയേണ്ടിയിരിക്കും. ഞാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുവഴി വരുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരികയാണ്. 1 തിമോത്തി 4:1 കൂടെ ഒന്ന് വേഗം വായിക്കുകയാണ്. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളും പിശാചിൻ്റെ പ്രബോധനത്തിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസം വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനായിട്ടൊരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വ്യക്തമായിട്ട് പറയുന്നുണ്ട് 1 തിമോത്തി 3:7 തിരുവചനത്തിൽ. അവിടെ മെത്രാനെക്കുറിച്ചാണ് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ മെത്രാന്മാരെ നന്നാക്കാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. എങ്കിലും നമ്മുടെ കത്തോലിക്ക സഭയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ വേര് തന്നെ വിളവ് തിന്നുന്നത് കണ്ടതുകൊണ്ട് പറയുകയാണ്. കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിലും നല്ല മതിപ്പുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ ദുഷ്കീർത്തിയിലും പിശാചിൻ്റെ കടിയിലും പെട്ടുപോയെന്ന് വരാം. എല്ലാ സെമിനാരികളിലും ഇന്ന് ഈ ഓണാഘോഷം വളരെ പൊടിപിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെമിനാരിയിൽ നിന്ന് ഇനി അച്ഛനായിട്ട് അല്ലെങ്കിൽ ഒരു വൈദികനായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു വൈദികൻ്റെ ഉള്ളിൽ എന്താണോ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തെറ്റില്ല എന്നൊരു ബോധ്യം മാത്രമേ കിടക്കുകയുള്ളൂ. ഇനി ഇവർ
ചിലപ്പം ഏതെങ്കിലും നേരത്തെ പറഞ്ഞ ഡൊമിനിക് അച്ഛൻ്റെയോ ഡാനിയൽ അച്ഛൻ്റെയോ വട്ടായി അച്ഛൻ്റെയൊക്കെ ധ്യാനങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷം ഇവരെ കൊണ്ട് ചിലപ്പോൾ കൂടിച്ചേക്കാം. ചിലർ വിടത്തില്ല, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ പാപം ചെയ്ത് പാപം ഉപേക്ഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും വിടാതിരിക്കുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യമുള്ളത്, സെമിനാരികളിലെ അച്ഛനാകാൻ പഠിക്കുന്ന എല്ലാ സെമിനാരി വിദ്യാർത്ഥികളും ഇതിന് അടിമകളായി മാറി. അതുകൊണ്ട് എന്തു പറ്റി? നിങ്ങൾ ഇടവകളിൽ പരിശോധിച്ച് അറിയാൻ പറ്റും. ചില ഇടവകളിൽ വികാരിച്ചൻ ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു, പക്ഷേ കൊച്ചച്ചന്മാരാണ് ഇതിൻ്റെ എല്ലാം മുമ്പന്തി നിന്നത്. അതുകൊണ്ട് ആടും പാതിരി ആയാലും ഓടും പാതിരി ആയാലും കുറച്ച് കഴിയുമ്പോൾ ചാടിപ്പോകുന്ന പാതിരിയൊക്കെ ആയിട്ട് മാറും ഈ കാലഘട്ടങ്ങളിൽ. കാരണം കുറച്ച് കഴിയുമ്പം ആ ഇടവകയിൽ തന്നെ പെട്ട ഏതെങ്കിലും പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും കുട്ടിയായിട്ട് ബന്ധപ്പെട്ടോ പ്രേമത്തിലാകുന്നു. കുറച്ച് കഴിയുമ്പം അതിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ അപ്പോൾ പറയാം, അച്ഛന്മാരല്ലേ, അവർക്കും വികാരമില്ലേ, വിചാരമില്ലേ, അവരും വീട്ടിൽ നിന്ന് വന്നവരല്ലേ എന്ന്. ഒരു കാര്യം എനിക്ക് തീർത്തു പറയാനുള്ളതേ ഉള്ളൂ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് ആദ്യം ബോധ്യപ്പെടുക. അല്ലാതെ ഇതിനെ വെളുപ്പിക്കാൻ പോയിട്ട്, വെളുപ്പിക്കാന്ന് വെച്ചാൽ വാക്ക് ഞാൻ അറിവോടുകൂടി തന്നെ ഉപയോഗിക്കുക. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ, അത് തെറ്റൊന്നുമല്ല. കാരണം ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്, ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ, അതാണ് ആ വാക്ക്. ന്യായീകരിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം ന്യായീകരിക്കുമ്പോൾ എന്താ പറ്റുമെന്നറിയാം. ന്യായീകരിക്കുന്നൊരു കുടുംബത്തിലേക്ക് ഇത് കയറി വരുവേ. ഈ ന്യായീകരിക്കുന്നത് എവിടുന്നാണ്? ഇപ്പോൾ അച്ഛന്മാർ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സിസ്റ്റേഴ്സ് ഒരുപാട് പേര്, സന്യസ്തർ ഒരുപാട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, കൊച്ചച്ചന്മാർ ഒരുപാട് വഴി ഇങ്ങനെ പൗരോഹിത്യം വിട്ടു പോകുന്നുണ്ട്. എന്താ ഇതിൻ്റെ പിന്നിലുള്ള അരൂപി? ഈ അരൂപി തന്നെയാണ്. കാരണം നിങ്ങൾ ഏകദൈവത്തെ ആരാധിക്കാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് അപ്രകാരമുള്ള ഒരു ദുരാത്മാവ് അവരിലേക്ക് കടന്നു വരികയും അവർക്ക് തങ്ങളുടെ ദൈവികമായ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയും പോയി എന്നുള്ളതാണ്. ജസബേലിനെ കുറിച്ചൊക്കെ ബൈബിൾ പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവൾ അന്യദേവ ആരാധന നടത്തിയ, ആഭിചാരം നടത്തിയ, വിഗ്രഹാരാധന നടത്തിയ വ്യക്തിയായിരുന്നു. അവളുടെ മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, കുതിരകൾ അവിടെ ചവിട്ടി തേച്ചു മരിച്ചു കഴിഞ്ഞിട്ട്. പിന്നെ ഇത് അടക്കാൻ കൊണ്ടുപോകുമ്പം, അടക്കാൻ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളുമായിരുന്നു. എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം പട്ടി കഴിച്ചു തീർത്തെന്ന് എഴുതി വച്ചേക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവളുടെ ശരീരം വയലിൽ ചാണകം പോലെ കിടക്കുമെന്നുള്ളതാണ്. അതുപോലെ ആയിത്തീർന്നു. കാര്യം എന്താണ്? ഏലിയ പ്രവാചകനെയും പ്രവാചകനെ വധിക്കാനും പ്രവാചകനൊപ്പമുള്ളവരെ വധിക്കാനും നടന്നു. അങ്ങനെ നടന്ന് അവൾക്ക് കിട്ടിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയുന്ന ഞാൻ മാത്രമല്ല, ഇത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഓണാഘോഷങ്ങൾ തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞ ആരെയെല്ലാം നിങ്ങൾ വിധിക്കുകയും ആരെയെല്ലാം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ അവർ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അച്ഛന്മാരുടെ ആരുടെയെങ്കിലും സപ്പോർട്ട് ചേർന്ന് നിന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, ഗതി അവസാനം ഇതുപോലെ ആകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത് 1 കൊരിന്ത്യർ 10:20 പറഞ്ഞ പോലെ വിജാതിര് ബലിയർപ്പിക്കുന്ന പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചിൻ്റെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഓണം ആഘോഷിക്കുന്ന ഓരോ വൈദികനും പിശാചിൻ്റെ പാനപാത്രവുമായിട്ട് നടക്കുന്നവരാണ്. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗഭാക്കുകളാക്കാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഈ പരിപാടിക്ക് പോയ ഓരോ വൈദികനും ബലിയർപ്പിക്കുന്നത് പിശാചുക്കളുടെ മേശയിലാണ് ബലിയർപ്പണം നടത്തിയത്. നിങ്ങൾ പറഞ്ഞത് കർത്താവിൻ്റെ മേശ ആക്കിയിട്ട് കാര്യമില്ല, കർത്താവ് മടയനല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യാക്കോസ്തിക 2:10 ഒരിക്കൽ കൂടെ ഒന്ന് വാക്കൊന്നുകൂടെ ഒന്ന് വായിച്ചു പോകുന്നു. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കും. ചില ചോദിക്കും, ഇത്രയും നന്മ ചെയ്തിട്ട് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ മാത്രം നിങ്ങൾ എന്തിനാ അവരെ അവഹേളിക്കുന്നത്? അവർക്കുള്ള വചനമാണ്. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. അവസാനമായിട്ട് പറയട്ടെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഏർപ്പെട്ടവർ ഒന്നുകിൽ അനുദപിക്കുക, ഇനി അത് ചെയ്യത്തില്ലെന്ന് പബ്ലിക്കിൽ തന്നെ നിങ്ങളുടെ പോസ്റ്റ് പിൻവലിച്ച് പബ്ലിക്കിൽ തന്നെ പറയുക, ഇതെനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു എന്നുള്ള. അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കൂ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഒരുപാട് ധ്യാനകേന്ദ്രങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. ഞാനിത് സോഷ്യൽ മീഡിയ വന്ന ധ്യാനകേന്ദ്രങ്ങളുടെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പലരുടെ ഉള്ളിലും രഹസ്യാത്മകമായി ഇതെല്ലാം അവരുടെ കുടുംബത്തിൽ പോയി അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുദപിക്കുക, തിരിച്ചു വരിക, അതേ നമുക്ക് മാർഗമുള്ളൂ. ഇനി തിരിച്ചു വരാൻ പറ്റാതെ വീണ്ടും അഹങ്കരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് വിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊന്ന് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പം എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയ വന്നവരെ അറിയത്തുള്ളൂ.
നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ആരാധന നടന്നിട്ടുണ്ട്, അല്ല എന്ന് വെച്ചാൽ അന്യദേവ ആരാധന വെച്ചാൽ ഓണാഘോഷം അത് തന്നെയാണ് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ ശുശ്രൂഷാലയമായിട്ടോ ധ്യാനകേന്ദ്രവുമായിട്ടോ ആ ശുശ്രൂഷയുമായിട്ടോ ബന്ധപ്പെട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കാലക്രമേണ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരിക്കലും ശാശ്വത പരിഹാരം ഇല്ലാതെ എന്നും നിങ്ങൾ പ്രശ്നത്തിൽ കഴിയുകയും ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് തകർച്ചകൾ ദുരിതങ്ങൾ സ്വീകരിച്ചും കൊണ്ട് നടന്നു പോകുന്നവരായി മാറുകയും ചെയ്യും. അല്ലാതെ വേറൊന്നും സംഭവിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് തങ്ങളുടെ പ്രശ്നവുമായിട്ട് പോയാൽ തിരിച്ച് പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, തകർച്ചകളില്ലാതെ തിരിച്ചു വരാൻ സാധിക്കും. ഇനി അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എൻ്റെ പ്രശ്നം മാറുന്നില്ല, രോഗം മാറുന്നില്ല, തകർച്ച മാറുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്താനും ദൈവഗത പ്രകാരം അതിനെ മുൻകൂട്ടി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. എന്തായാലും ഒരു പ്രത്യാശയുള്ള ജീവിതം, ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുക. അല്ലാതെ എന്നും അടിമത്തങ്ങളുടെ ജീവൻ നയിക്കുന്ന ഒരുവൻ ശരിയായ ക്രിസ്തു വിശ്വാസത്തിലല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയവരും ഈ ധ്യാന ഗുരുക്കന്മാരെയും ശുശ്രൂഷകരെയൊക്കെ കയ്യൊപ്പ് മേടിച്ചവരൊക്കെ ചിന്തിക്കുക നിങ്ങളിപ്പോഴും ഏത് ബന്ധനത്തിലാണെന്ന്. അവർ ഏതെങ്കിലും രീതിയിൽ അത് അൽമാരാകട്ടെ, വൈദികരാകട്ടെ, ആരാകട്ടെ, അവരെ കയ്യൊപ്പ് മേടിച്ചിട്ടും നിങ്ങളുടെ മദ്യപാനം മാറുന്നില്ലെങ്കിൽ, അവരെ കയ്യൊപ്പ് സ്വീകരിച്ചിട്ടും നിങ്ങളുടെ പൈശാചിക ബന്ധനം മാറുന്നില്ലെങ്കിൽ, അവരെ കയ്യൊപ്പ് മേടിച്ചിട്ടും നിങ്ങളിപ്പോഴും മാരക രോഗങ്ങൾക്ക് അടിമയാണെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന അരൂപി നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് കണക്ക് കൂട്ടിയാൽ മതി. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം തരാൻ തയ്യാറാണ്. അല്ലാതെ ഈ കമൻറ്റിനകത്ത് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. 8547258158 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുക. കൃത്യമായിട്ട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നേരാമണ്ണമുള്ള കാര്യമാണ്, നമുക്ക് നേരാമണ്ണം പോകാം, വചനപ്രകാരം വരും. വചനത്തിൽ വിശ്വസിക്കാതെ ന്യായവാദത്തോടെ നടക്കുന്നവർക്ക് എനിക്ക് ഉത്തരം തരാനില്ല എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഒക്ടോബറിലെ ധ്യാനം താമസിച്ചുള്ള ധ്യാനമാണ്. അത് സെപ്റ്റംബർ 30 ആരംഭിച്ച് 5-ാം തീയതി ഒക്ടോബർ 5-ാം തീയതി തീരുന്നു. പൂജാ ഹോളിഡേയ്സാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ആർക്കെങ്കിലും ധ്യാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പങ്കെടുക്കുക. കർത്താവിനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാം. കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങാം. ജാഗരണ പ്രാർത്ഥന അടുത്ത സന്ദേശത്തിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ദുരിതങ്ങളും ദുഃഖങ്ങളിലും വേദനകളിലും ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണയിലും കഴിയുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്രകാരം അവരത് കേൾക്കട്ടെ, അറിയട്ടെ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 8-ാം അധ്യായം 31-32 നമ്മളത് വായിക്കുന്നു. അങ്ങനെ നമുക്ക് സത്യം അറിയാം, സ്വതന്ത്രരാകാം. ഈ സന്ദേശം കുറച്ച് നീണ്ടുപോയി, കാരണം ഈ മേഖലയൊന്നും പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യം വന്നതുകൊണ്ടാണ്. മുഴുവനായിട്ട് കേൾക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങല്ലാതെ വേറെ ഒരു ദൈവമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗീയ അപ്പ, അവിടുത്തെ സ്നേഹം സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും വിളിക്കുവാൻ, മറ്റൊന്നിലും ആശ്രയിക്കാതെ അങ്ങിൽ മാത്രം ആശ്രയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. സ്വർഗീയ അപ്പ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളിലുള്ള അന്യദേവ ആരാധനയുടെ ബന്ധനങ്ങളെ എടുത്തു മാറ്റണമേ. ഇസ്രായേൽ ജനം അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിലും ബാൽദേവനെ ആരാധിച്ച് അവർ തങ്ങൾക്കുണ്ടായിരുന്ന അങ്ങയുടെ കൃപകൾ നഷ്ടപ്പെടുത്തിയതുപോലെ ഇന്നും എല്ലാം നഷ്ടപ്പെട്ട് തകർച്ചയുടെ വക്കിലൂടെ പോകുന്ന നിരവധി പേർക്ക് ഈ സന്ദേശം ആശ്വാസമാക്കണമേ. ഈശോയെ അവിടെ തിരുത്വം കൊണ്ട് കഴുകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുള്ള സകല പൈശാചിക ആധിപത്യങ്ങളെയും എടുത്തു മാറ്റണമേ. ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി, അങ്ങയുടെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുള്ള സകലവിധ പാപത്തെയും രോഗത്തെയും ശാപത്തെയും പാരമ്പര്യ രോഗങ്ങളെയും തകർച്ചകളെയും എടുത്തുമാറ്റി ഈശോയോടത്തെ രക്ഷ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വിശുദ്ധ ജീവൻ നയിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും വഴി നടത്തണമേ. പരിശുദ്ധമേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മ പറഞ്ഞല്ലോ, അഹങ്കാരികളെ ചിതറിക്കുമെന്ന്. ഞങ്ങൾ പലപ്പോഴും പാപം ചെയ്യുമ്പോഴെല്ലാം അഹങ്കാരത്തിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകളും ഏതെങ്കിലും രീതിയിലുള്ള ഓരോ മേഖലകളിലും അഭിവൃദ്ധിപ്പെടാതെ അമ്മയോട് കൂടെ ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയുകയും അന്യദേവൻ്റെയും ദേവിയുടെയും പിന്നാലെ പോയി പൈശാചിക ബന്ധനത്തെ അകപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരെ അമ്മ സഹായിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കണമേ. അമ്മേ, സഹായിക്കണമേ. മിഖാൽ മാലാകെ, ഗബ്രിയേൽ മാലാകെ, റഫേൽ മാലാകെ, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരെ,
ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. കാരണം നിങ്ങൾ കണ്ടെത്തിയ ശരിയായ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ രക്തം ചിന്തി നേടിയെടുത്ത യേശു രക്തം ചിന്തി നേടിയെടുത്ത സഭയെ പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ഇന്ന് ചെന്നായ്ക്കളായി മാറുന്ന ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കുവാൻ സ്വർഗം തുറന്ന് ഞങ്ങളെ സഹായിക്കണമേ പിതാവേ. ഈശോയെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, പരിശുദ്ധ അമ്മയെ സഹായിക്കണമേ. മാലാഖന്മാരെ എപ്പോഴും ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ശുശ്രൂഷയെ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി വിഗ്രഹം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലകളെക്കുറിച്ചും നമ്മൾ അടുത്ത സന്ദേശങ്ങളിലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുത്തതിന് വളരെയേറെ നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നതനാമമേ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശു